കോഴിക്കോട് ഗോതീശ്വരത്ത് കടൽ ഭിത്തി നിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക മനുഷ്യഭിത്തി നിർമ്മിക്കുന്നു. ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം. അനഘ ഹർഷൻ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി. അനഘ, അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കോഴിക്കോട് ഗോതീശ്വരത്ത് കടൽ ഭിത്തി നിർമ്മിക്കാത്തതിലുള്ള പ്രതിഷേധം, അത് ബിജെപിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതീകാത്മക മനുഷ്യഭിത്തി നിർമ്മിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, തീർച്ചയായും ഇത് 1-2 വർഷത്തെ പ്രശ്നമല്ല. ഇവിടെയുള്ള ഈ 50ഓളം കുടുംബങ്ങളുടെ പ്രശ്നമാണ്. ഈ കുടുംബങ്ങൾ എക്കാലവും, അതായത് ഈ മഴക്കാലം അടക്കമുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഭീതിയോടെയാണ് ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളും അന്തിയുറങ്ങുന്നത്. കാരണം ഒരു നിമിഷം മതി, കാരണം ഈ ഭാഗത്ത് കടൽ ഭിത്തിയില്ല. ഈ കടൽ ഏത് നിമിഷവും വീടിന് മുകളിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. നിരന്തരം ഇവിടുത്തെ ആളുകൾ നിരന്തരം സർക്കാരിനോടും കോർപ്പറേഷനോടും ഈ വിഷയം ഉന്നയിച്ചതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചാണ് ഈ നാട്ടിലെ ആളുകളൊക്കെ തന്നെ ചേർന്ന് ബിജെപിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രതീകാത്മക മനുഷ്യഭിത്തി നിർമ്മിച്ചുകൊണ്ട് ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഈ ഭാഗത്തുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഈ മനുഷ്യ ഭിത്തി നിർമ്മിച്ചതിൽ ഇവിടെ ഉണ്ട് എന്നതാണ്. മാത്രമല്ല, ഈ പ്രശ്നം, ഈ വിഷയം ബിജെപി കൃത്യമായി ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ വലിയ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്തും വാർഡ് കൗൺസിലർമാരായിരിക്കുള്ള സ്ഥാനാർത്ഥിമാര് ഇവിടെ വന്നിട്ട് പറയും ഞങ്ങൾ കടൽ ഭിത്തി നിർമ്മിച്ചു തരാമെന്നുള്ളത്. ഒടുവില് 2015 മുതൽ 2020 വരെ ബിജെപിയുടെ കൗൺസിലറുടെ ഭരിക്കുന്ന സമയത്ത് ഇത്തരത്തിലെ കടൽക്ഷോഭം ഉണ്ടായപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് കെ.പി. പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ കളക്ടർക്കുൾപ്പെടെയുള്ള ആളുകൾക്ക്, അധികാരികൾക്ക് നിവേദനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ചെങ്കിലും സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലെ കുറച്ചെങ്കിലും കല്ലിട്ടിട്ടുള്ളത്. അത് തന്നെയാണ് രോഹിണി. അതായത് ബിജെപിയുടെ ഭാഗത്ത് നിന്ന് വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഭാഗത്ത് ഉണ്ടാകും എന്നാണ്. അതായത് കൃത്യമായ ഇടപെടൽ നടത്തി ഇവിടെ നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ഭാഗത്ത് ഒന്നും തന്നെ കടൽ ഭിത്തി ഇല്ല. ശക്തമായ ഒരു മഴ അല്ലെങ്കിൽ തിരമാല ഉണ്ടാകുന്ന സമയത്ത് തിരമാലയൊക്കെ അടിച്ച് ഈ ഭാഗത്തെ വീടുകളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഉടൻ തന്നെ കടൽ ഭിത്തി നിർമ്മിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. അതിന് ബിജെപിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടാകും. ഇത്തരത്തിൽ ഇത് ഇന്നൊരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന പ്രതിഷേധമല്ല, വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകും. ഈ നാട്ടിലെ ഈ ഗോതീശ്വരത്തെ ജനങ്ങളുടെ പ്രശ്നം അത് ബിജെപി ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ഭാഗത്ത് കടൽ ഭിത്തി നിർമ്മിക്കുന്നത് വരെ ആ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ബിജെപി കോഴിക്കോട് സിറ്റി അധ്യക്ഷനായിട്ടുള്ള പ്രകാശ് ബാബു അടക്കമുള്ളവർ ഒരേ സ്വരത്തിൽ പറയുന്നത്. രോഹിണി, അതോടൊപ്പം ഈ പ്രതിഷേധം ഏത് രീതിയിൽ അത് വിപുലീകരിക്കാനാണ് ബിജെപി ഉദ്ദേശിക്കുന്നത് അനഘ? കാരണം ഇപ്പോൾ ഒരു മനുഷ്യഭിത്തി തന്നെ നിർമ്മിച്ചുകൊണ്ടാണല്ലോ, പ്രതീകാത്മക മനുഷ്യഭിത്തി തന്നെ നിർമ്മിച്ചുകൊണ്ടാണല്ലോ ഈ ബിജെപിയുടെ പ്രതിഷേധം ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് അധികൃതർ തയ്യാറാകും വരെ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരമ്പര തുടരാൻ തന്നെയാണോ ബിജെപി നിലവിൽ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും രോഹിണി, അതായത് ഈ ഗോതീശ്വരത്തുകാർക്ക് അറിയാം, അല്ലെങ്കിൽ ഈ നാട്ടിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നം, അത് ഇവർ എല്ലാ കാലവും നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഈ ഭാഗത്ത് കടൽ ഭിത്തി ഇല്ല എന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഭാഗത്തുള്ള ഈ കടൽ ഭിത്തി അടക്കം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് ഈ സമയത്ത്. ഇപ്പോൾ സമയം ഏകദേശം 10 മണി കഴിഞ്ഞു. ഈ സമയത്ത് പോലും ഈ ഭാഗത്ത് ഇവിടെ നിന്ന് ശക്തിയായി തിരമാല ഈ പ്രദേശത്തേക്ക് അടിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മഴ, അതായത് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ മഴക്കാലമാണ്. ഈ സമയത്ത് ഈ ഭാഗത്തേക്ക്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്കൊക്കെ തന്നെ ഈ തിരമാല അടിച്ച് ഈ വീടുകളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ആ ഭാഗത്തേക്ക് കടൽ ഭിത്തിയുണ്ട്. പക്ഷെ അതിനുശേഷമുള്ള ഈ ഗോതീശ്വരത്തേക്ക് കടക്കുന്ന ഈ ഭാഗത്തേക്കൊന്നും തന്നെ കടൽ ഭിത്തി ഇല്ല എന്നതാണ് വസ്തുത. മാത്രമല്ല ആ ഭാഗത്തേക്ക് കൂടി ആ ഭാഗത്തും ഇത്തരത്തിൽ കടൽ ഭിത്തി ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുകയും ഈ കടൽ ഭിത്തി നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വരെ സമരം ശക്തമാക്കാനുമാണ് ബിജെപിയുടെ നീക്കം. രോഹിണി.
ശരി അനഘ. കോഴിക്കോട് ഗോതീശ്വരത്താണ് കടൽഭിത്തി നിർമ്മിക്കാത്തതിലുള്ള BJPയുടെ പ്രതിഷേധം. BJPയുടെ നേതൃത്വത്തിൽ ഒരു പ്രതീകാത്മക മനുഷ്യഭിത്തി നിർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുന്നത്. അനഘ ഹർഷനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.